പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് നമ്മളൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഇടുമ്പോൾ എന്തായാലും അതിനൊരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് വരും. അപ്പൊ അത് ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം, അത്രേ ഉള്ളൂ. അവർക്ക് റൈറ്റ് ഉണ്ട് ഇടാൻ, നമ്മൾ പബ്ലിക്കായിട്ട് ഇടുമ്പോൾ അവർക്ക് റൈറ്റ് ഉണ്ട് അതിന് കമന്റ് ഇടാനായിട്ട്. അങ്ങനെ കമന്റ് ഇടുമ്പോൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാം. ഭയങ്കര ആ കാര്യത്തിലൊക്കെ ഭയങ്കര ബോൾഡായിട്ട്. പണ്ടായിരുന്നില്ല കേട്ടോ, പണ്ട് എനിക്ക് വിഷമമായിരുന്നു. യൂട്യൂബ് തുടങ്ങിയ സമയത്ത് യൂട്യൂബില് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഫീമെയിൽ വ്ളോഗറായിട്ട്. അന്ന് എനിക്ക് ഭയങ്കര മോശം കമന്റ്സ് ഒക്കെ, എന്നെ നിന്ന് കത്തിക്കുന്നൊക്കെ പറഞ്ഞ് കമന്റ് വന്നിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു, ടെൻഷനൊക്കെ ആയിരുന്നു. ഇപ്പൊ പിന്നെ പഠിച്ചു. ഇപ്പൊ പിന്നെ അങ്ങനെ കമന്റ് വന്നാലും പ്രശ്നം, ഞാൻ പറയും ഞാൻ കേസ് കൊടുക്കുന്നറിയാം. അങ്ങനെ ഇപ്പൊ അങ്ങനെ പേടിയൊന്നുമില്ല. ഈ രണ്ടുപേര് ലൈഫിൽ ഇപ്പൊ ഓർക്കാണെങ്കിൽ തൻവി, ഇതും ചേട്ടൻ, ഈ രണ്ടുപേർക്കും ആദ്യം ഓർമ്മ വരുന്ന ഒരു മൊമെന്റ് അല്ലെങ്കിൽ ആദ്യം വരുന്ന തോട്ട് എന്തായിരിക്കും? ഒന്നും ചേട്ടൻ എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ആദ്യമായിട്ട് കണ്ടത്, ഞങ്ങള് ആദ്യമായിട്ട് കണ്ടത് അൻസാർ മോളിൽ ഒരു പരിപാടി, ഓണച്ചന്ത പരിപാടിക്ക് ഞാൻ കണ്ടതാണ്. അപ്പൊ ഞാൻ ഹോസ്റ്റ് ചെയ്യാൻ പോയിക്കായിരുന്നു. അപ്പൊ അവിടെ വെച്ചിട്ട് ഞാൻ ഹോസ്റ്റ് ചെയ്ത് ഞാൻ ഇങ്ങനെ മാറി കഴിഞ്ഞപ്പോ ഭയങ്കര എന്താ പറയാ എനർജിയിൽ രണ്ട് ടിക്കിംഗ് ബോംബ്സ് എന്ന് പറയാം. അങ്ങനെ എനർജിയിൽ രണ്ട് ആൾക്കാർ വന്ന് ആ സ്റ്റേജ് മുഴുവൻ കീഴടക്കി ആൾക്കാരെ കയ്യിലെടുത്ത് ചെയ്തു. അപ്പൊ ഞാൻ ഇത് ആരെയും വന്നതാണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുന്നു. അങ്ങനെ അതാണ് ഞങ്ങളുടെ ഫസ്റ്റ് മീറ്റിംഗ്. അത് ഞാൻ ഒരിക്കലും മറക്കില്ല. തൻവി എന്ന് പറഞ്ഞാൽ തൻവി എനിക്ക് കയ്യിൽ കിട്ടിയത് എനിക്കൊരു ബാബി ഡോളിനെ കിട്ടിയ പോലെയായിരുന്നു സത്യം പറഞ്ഞാല്. നമുക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഈ ബാബി ഡോൾസിന് മുടിയൊക്കെ പിന്നെ ഇഷ്ടമാണല്ലോ. അങ്ങനെ ഞാൻ ആഗ്രഹിച്ചാണ് എനിക്കൊരു ഗേൾ ബേബി വേണം, അങ്ങനെ എനിക്ക് കിട്ടിയതാണ് തൻവീനെ. അപ്പൊ അതും ഞാൻ മറക്കില്ല. ഇപ്പൊ നമ്മുടെ എല്ലാ സ്ത്രീകൾക്കുള്ള ഒരു അമ്മ ഉണ്ടാവും പറയുന്നത്, ഒരു അമ്മയായപ്പോ വന്നപ്പോ ലക്ഷ്മി ചേച്ചിയിൽ വന്നൊരു ചേഞ്ച് എന്താ? കുറച്ച് വട്ട് കൂടി. അതായത് ആദ്യത്തെ 2 കൊല്ലം ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു സത്യം പറഞ്ഞാല്. വേറെ ആരും ഉണ്ടായിരുന്നില്ല, അമ്മ ഉണ്ടായിരുന്നു. അപ്പൊ അമ്മ നാട്ടിലായിരുന്നു, അമ്മ വർക്ക് ചെയ്യാം. അപ്പൊ ഞാൻ നാട്ടിലേക്ക് വന്ന് നിൽക്കുന്ന സമയത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അമ്മ ഹെൽപ്പ്. ബാക്കി എല്ലാം ഒറ്റയ്ക്കായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. പിന്നെയാണ് ശരിയായത്. പിന്നെ അവള് വലുതായി കഴിഞ്ഞപ്പോ സ്കൂളിലൊക്കെ പോയി തുടങ്ങിയപ്പോ ശരി, പിന്നെ ഫ്രീ ടൈം ഒക്കെ കിട്ടി തുടങ്ങി. അത് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക്. ഇപ്പം തൻവി അമ്മയും കുറച്ചുകൂടി മെച്ചൂരിറ്റി തൻവിക്കാണ്. ഞാനിത് ഇന്റർവ്യൂ കേട്ടു, തൻവിയുടെ വീടാ, ഞങ്ങൾ അവിടെ ജീവിച്ചു. സത്യമാണ്, തന്നെ പറഞ്ഞ പോലെ പല കാര്യങ്ങളും. അപ്പൊ ഞങ്ങൾ നീ അധികം അങ്ങനെ പറയണത്, ഞങ്ങളുടെ പൈസ എടുത്ത് ജീവിക്കാതെ നീ മറക്കരുത്. അടുത്ത പറയുന്ന വീഡിയോയിൽ ഞാൻ വരത്തില്ല. ഓക്കെ, അടുത്തത് ഒരു ചുള്ള ചെറുക്കനെയാണ്. ഓ മിൻചേട്ടൻ, ഇത് എനിക്ക് ഈ മിൻചേട്ടനാണ് ആദ്യം ഓർമ്മ. അപ്പൊ എനിക്ക് അറിയില്ലായിരുന്നു ആക്ച്വലി. ദുബായ് ചെന്ന സമയത്ത് മിൻചേട്ടൻ ആ സമയത്ത് RJ ആണ്, മിഥുൻ 1, 2, 3 എന്നോ അങ്ങനെ എന്തോ പറഞ്ഞൊരു ഷോ ആയിരുന്നു മിൻചേട്ടൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ എനിക്കറിയില്ല ഈ പുള്ളിയാണ് ആ ഷോ ചെയ്യണത്, എനിക്കറിയില്ല. അണ്ടിൽ അൺലെസ് ഞാൻ ഈ ഓണച്ചന്ത പരിപാടിക്ക് കാണുന്ന വരെ എനിക്കറിയില്ലായിരുന്നു. കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഓ ആ മിഥുനാണ് ഈ RJ മിഥുൻ എന്ന് മനസ്സിലായത്. അങ്ങനെയാണ് ഞങ്ങളുടെ മ്യൂച്വൽ ഫ്രണ്ട് വഴി പരിചയപ്പെട്ടതൊക്കെ. ഞങ്ങളൊരു 1.5 2 years ഡേറ്റ് ചെയ്തു. അപ്പോഴേക്കും എന്റെ അമ്മ കൈയോടെ പിടിച്ചു. പിന്നെ പെട്ടെന്ന് നമ്മുടെ കല്യാണമൊക്കെ നടത്തി, എല്ലാം പെട്ടെന്ന്. നമ്മള് കല്യാണം ഒന്നും ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല, അതിന് മുമ്പ് ഇവരൊക്കെ നടത്തിയല്ല. സമയം കിട്ടിയില്ല, നമ്മളെല്ലാം പ്രേമൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു.